അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കൂട്ടുകാരെ, ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് സാധാരണ കഥയല്ല. ഇസ്ലാം ചരിത്രങ്ങളിൽ സ്വർണ്ണ നബികളാൽ എഴുതപ്പെട്ട ഒരു കഥയാണ്. കഥാനായകൻ ആരാണെന്ന് ഞാൻ ഇപ്പോൾ തന്നെ പറയില്ല, അത് നമുക്ക് കഥയിലൂടെ പരിചയപ്പെടാം. മദീനയിലെ യഹൂദികളുടെ ഉപദ്രവം പ്രതിദിനം കൂടിക്കൊണ്ടേയിരുന്നു. ക്രൂരനായ കഅബിന്റെ വധത്തോടെ അല്പം ആശ്വാസം ലഭിച്ചെങ്കിലും അത് കൂടുതലൊന്നും നീണ്ടു നിന്നില്ല. ഇത്തവണ നബിക്കെതിരെ ചുക്കാൻ പിടിച്ചത് യഹൂദി നേതാവായ അബൂ റാഫി എന്ന യഹൂദി നീചനാണ്. അദ്ദേഹം പല തരത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അസ്വസ്ഥനാക്കി. ഒടുവിൽ സഹിക്കവയ്യാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിനെതിരെ ഒരു 6 അംഗ സംഘത്തെ നിശ്ചയിച്ചു. അമീറായി അബ്ദുല്ലാഹ് ബിൻ അതീഖ് റളിയല്ലാഹു അൻഹുവിനെയും തീരുമാനിച്ചു. അങ്ങനെ അവർ ഖൈബറിലെ അവരുടെ കോട്ടയെ ലക്ഷ്യം വെച്ച് നടന്നു. അവർ കോട്ടയ്ക്ക് സമീപത്തെത്തി. സൂര്യൻ അസ്തമിക്കാറായി. എങ്ങനെയെങ്കിലും കോട്ടകത്ത് കടക്കാനുള്ള ശ്രമത്തിലാണ് മുസ്ലിങ്ങൾ. പക്ഷേ ഒരു വഴിയുമില്ല. പാറാവുകാരാൽ കൊണ്ട് കോട്ടയെ ഭദ്രമാക്കിയിരിക്കുകയാണ്. അപ്പോഴതാ കന്നുകാലികളെ മേച്ചുകൊണ്ട് കുറച്ച് ഇടയന്മാർ അതിനകത്ത് ശ്രമിക്കാൻ കടക്കുന്നു. ഉടൻ അബ്ദുല്ലാഹ് ബിൻ അതീഖ് റളിയല്ലാഹു അൻഹു തൻ്റെ കൂട്ടുകാരോടെ പറഞ്ഞു, നിങ്ങൾ ഇവിടെ നിൽക്കൂ, ഞാൻ അവരോടൊപ്പം ചേർന്ന് എങ്ങനെയെങ്കിലും അതിനകത്ത് കടക്കാം. അങ്ങനെ തന്ത്രപൂർവം അബ്ദുല്ലാഹ് ബിൻ അതീഖ് റളിയല്ലാഹു അൻഹു കോട്ടയുടെ കവാടം കടന്നു. ആരുടെയും കണ്ണിൽ പെടാതിരിക്കാൻ പെട്ടെന്ന് തന്നെ അവിടെ ഉണ്ടായിരുന്ന ഒരു കഴുതയുടെ ആർക്ക് സമീപം ഒളിഞ്ഞിരുന്നു. ഒടുവിൽ ലൈറ്റുകളെല്ലാം അണച്ചു. എല്ലാവരും നിദ്രയിലേക്ക് വീഴാനിരിക്കുന്ന വേളയിൽ അബ്ദുല്ലാഹ് ബിൻ അതീഖ് റളിയല്ലാഹു അൻഹു ഒരുങ്ങി. പാറാവുകാരൻ പോലും അറിയാതെ കോട്ടയുടെ താക്കോൽ തൻ്റെ കൈവശപ്പെടുത്തി. എന്നിട്ട് അബൂ റാഫിനെ ലക്ഷ്യം വെച്ച് നടന്നു. അയാൾ വസിക്കുന്ന കോട്ടകത്ത് കയറി വാതിൽ ഉള്ളിൽ നിന്നും അടച്ചുപൂട്ടി. ഒരുപക്ഷെ ശബ്ദം കേട്ട് തന്നെ തേടെ പുറത്തു നിന്നും ആരും വരാതിരിക്കാനാണ് ഇപ്രകാരം ചെയ്തത്. കോട്ടയുടെ അകത്ത് കടന്നതിന് ശേഷം അബ്ദുല്ലാഹ് ബിൻ അതീഖ് റളിയല്ലാഹു അൻഹു അല്പസമയം മിണ്ടാതിരുന്നു. കോട്ടയുടെ മുകൾ വശത്തു നിന്നും ആരോ രാക്കഥ പറഞ്ഞ ശബ്ദം അദ്ദേഹം കേൾക്കാനിടയായി. അതെ, അത് അബൂ റാഫിന്റെ ശബ്ദമായിരുന്നു. അയാൾ മുകൾ വശത്താണ് വിശ്രമിക്കുന്നതെന്ന് അദ്ദേഹം മനസ്സിലാക്കി. അങ്ങനെ മെല്ലെ പടികൾ കയറി അദ്ദേഹം അയാളുടെ റൂമിനരികിലെത്തി. ഒരു മെഴുകുതിരിയുടെ വെട്ടം പോലുമില്ലാത്ത കൂരാക്കൂരിട്ടാണ് ആ മുറിയാകെ. ഈ കൂരാക്കൂരിട്ടിനുള്ളിൽ എങ്ങനെ അബൂ റാഫിനെ കണ്ടെത്തുമുള്ള ചിന്തയിലായി അബ്ദുല്ലാഹ് ബിൻ അതീഖ് റളിയല്ലാഹു അൻഹു. അങ്ങനെ അദ്ദേഹം അവിടെ ഒരു തന്ത്രം പ്രയോഗിച്ചു. ഇരുൾമുറ്റിയ ആ മുറിക്കകത്ത് കയറി ശബ്ദ വ്യത്യാസം നടത്തി ഉച്ചത്തിൽ അബൂ റാഫി എന്ന് വിളിക്കാം. എവിടെ നിന്നാണ് മറുപടി വരുന്നത് അവിടേക്ക് ആഞ്ഞു വെട്ടം എന്ന് തീരുമാനിച്ചു. പക്ഷേ ആ തന്ത്രം പാളിപ്പോയി. ഇതോടെ അബൂ റാഫിന്റെ വെപ്രാണം പിടിച്ച ശബ്ദം കോട്ടകത്ത് ആകെ പരന്നു. വീണ്ടും ആ സ്വഹാബി ശബ്ദം കേട്ട സ്ഥലത്തേക്ക് ആഞ്ഞു വെട്ടി. ഇത്തവണ വാൾ പതിക്കേണ്ടടുത്ത് തന്നെ പതിഞ്ഞു. മരണം ഉറപ്പാവാനായി ആ നീചന്റെ വയറിന്റെ ഭാഗത്തേക്ക് വാൾ കുത്തിയിറക്കി. ആളുകൾ ഒരുമിച്ച് കൂടുന്നതിന് മുമ്പ് കോട്ടയ്ക്ക് പുറത്ത് തന്നെയും കാത്തിരിക്കുന്ന തൻ്റെ കൂട്ടുകാരുടെ കൂടെ അബ്ദുല്ലാഹ് ബിൻ അതീഖ് റളിയല്ലാഹു അൻഹു വന്നു ചേർന്നു. മക്കയിലേക്ക് മടങ്ങിക്കൊണ്ടിരിക്കുന്ന 6 അംഗ സംഘത്തെ വരവേൽക്കാൻ നബിയും സ്വഹാബാക്കളും കാത്തിരിക്കുന്നുണ്ടായിരുന്നു. തക്ബീർ ധ്വനികളുടെ അകമ്പടിയോടെ സ്വഹാബാക്കളും നബിയും അവരെ വരവേറ്റു. കൂട്ടുകാരെ, ഇസ്ലാമിന്റെ കൂടെ ശത്രു അബൂ റാഫിന്റെ വധം ശത്രുക്കൾ ആകെ ഭീതി പരത്തി. ഇതോടെ അറബിയിൽ ഇസ്ലാമിന്റെ പ്രതാപം ഉയർത്തി നിന്നു. ഇതും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കൊച്ചു കഥ അവസാനിപ്പിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.